വെൽക്കം ടു ഡേ 3 ഓഫ് ട്രൈയിങ് എ ന്യൂ ആർട്ട് ഓർ ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മോഡലിൻ്റെ തലയിൽ കാണുന്ന ഈ ക്രോഷ്യോ ഹെയർ ബാൻഡ് ആണ് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ ഇതങ്ങ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് നോട്ട് ഇടുന്നതെന്നും ഫസ്റ്റ് കാണുന്ന സിമ്പിൾ സ്റ്റിച്ചസും ഒക്കെ ഞാൻ വിശദമായിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടോ. പിന്നെ പോകെ പോകെ എനിക്ക് കാര്യം മനസ്സിലായി, ഒരു ഷോർട്സിലൊന്നും ഈ ഫുൾ പ്രൊസീജിയർ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിങ്ങനെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇതെന്തോ വലിയ സംഭവമാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന്. പക്ഷെ അത് ചെയ്തു തുടങ്ങുമ്പോൾ കമ്പാരിറ്റീവ്ലി വിചാരിക്കുന്നതിനേക്കാൾ ഈസിയാണ് കേട്ടോ. അതിൻ്റെ ഒരു നാക്കും പിന്നെ കുറച്ച് ഫ്യൂ സ്റ്റിച്ചസും ഉണ്ട്, അതൊന്ന് ജസ്റ്റ് പഠിച്ചെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ഷമ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ നോക്കിയിട്ടാണ് ചെയ്തത്. ആ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാം. പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അവർ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യണ പോലെ തോന്നും. ഒന്നാമത്തെ കാര്യം നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലായ്മ, രണ്ടാമത്തത് അവർ യൂസ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി ത്രെഡ് ആയിരിക്കും. നമ്മൾ ഈ ജസ്റ്റ് സാധാ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഫാൻസിൽ നിന്നൊക്കെ വാങ്ങുന്ന 10 റുപ്പീസിൻ്റെ ത്രെഡിനേക്കാളും ഹൈ ക്വാളിറ്റി ത്രെഡ് ആണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ ആ ഒരു 5 രൂപ 10 രൂപയൊക്കെ കിട്ടുന്ന ത്രെഡ് കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അത് വേഗം ഇങ്ങനെ അഴിഞ്ഞു പോകും. ഈ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാൻ അതന്നെ ധാരാളമാണ്. പിന്നെ നമ്മുടെ ഈ ഹെയർ ബണ്ണൊക്കെ ഉണ്ടല്ലോ, അതിന് ഇതേപോലെ ക്രോഷ്യോ ചെയ്തിട്ട് ബ്യൂട്ടിഫൈ ചെയ്യുന്ന കുറച്ച് വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും, ട്രൈ ചെയ്യാനും പറ്റും. പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ഇട്ടിട്ട് പോകാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.